നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് ഇൻഫ്ലേഷൻ കോൺസെപ്റ്റ് ടൈപ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുന്നു യൂസിങ് ഇൻഡെക്സ് നമ്പറിലൂടെ. ഇനി ഇൻഡെക്സ് നമ്പർ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, ഇൻഫ്ലേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ ഏതൊക്കെ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ അതിനകത്ത് സ്റ്റാഗ്ഫ്ലേഷൻ, ഡിഫ്ലേഷൻ, കോർ ഇൻഫ്ലേഷൻ, ഇത്രയും കോൺസെപ്റ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു റൈസിങ് പ്രൈസ് ലെവലാണ്. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രൈസ് ലെവൽ കൂടുന്നതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രൈസ് ലെവലിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. പ്രൈസ് ലെവലിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? ഇൻഡെക്സ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം. അപ്പം എന്താണ് ഇൻഡെക്സ് നമ്പർ? ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ it is a concept which enables us to compare the changes in a group of distinct but related variables in two or more time periods. Two or more time periodsലുള്ള പരസ്പരം ബന്ധമുള്ളതും അല്ലെങ്കിൽ അതുപോലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള വേരിയബിൾസിനെ മെഷർ ചെയ്യാനുള്ള അല്ലെങ്കിൽ കമ്പയർ ചെയ്യാനുള്ള കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് refers to changes in the prices obtained over it. ഒരു ബാസ്ക്കറ്റ് ഓഫ് കമോഡിറ്റീസിന്റെ പ്രൈസസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് പ്രൈസ് ഇൻഡെക്സിലൂടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബേസ് പീരീഡ് എടുക്കും. ഇപ്പം 1995 ഒരു ബേസ് പീരീഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് 2000 പ്രൈസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1995 പ്രൈസ് എടുത്തിട്ട് നമുക്ക് മനസ്സിലാവുന്നു 2000 വരെ എത്ര വേരിയേഷൻ ഉണ്ടായി നമുക്ക് മനസ്സിലാവുന്നു. അതുപോലെ ഇവിടെ 100ന് ഈക്വൽ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പെർസെൻറ്റേജിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻറ്റു 100 എല്ലായിടത്തും നമ്മൾ ഇൻറ്റു 100 വെച്ച് ചെയ്യും. പലതരത്തിലുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്. ഇവിടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ഫസ്റ്റില്, രണ്ടാമത്തത് വെയ്റ്റ്സ് അസൈൻഡ് ടു ഈച്ച് കാറ്റഗറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, മൂന്നാമത്തേല് ദ പ്രൈസസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വെദർ ഹോൾസെയിൽ ഓർ റീറ്റെയിൽ ആണ്. ഇപ്പൊ നോക്കാം, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ബാസ്ക്കറ്റ് ഓഫ് ഹോൾസെയിൽ ഗുഡ്സ് ആണ്. അപ്പോൾ മൊത്തത്തിലുള്ള അതായത് നമ്മുടെ മൊത്ത വിപണിയുടെ വില നിലവാരമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, റീറ്റെയിൽ അല്ല. അപ്പൊ ഇവിടെ ചേഞ്ചസ് ഇൻ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ദ ഹോൾസെയിൽ മാർക്കറ്റ്, മൊത്ത വിപണിയുടെ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ റീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ ഓരോ സെല്ലേഴ്സും ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ആയി പോകുമല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഹോൾസെയിൽ പ്രൈസ് എടുക്കുന്നത്. കാരണം ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഓഫീസ് ഓഫ് ദി ഇക്കണോമിക് അഡ്വൈസർ ആണ്, ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്, അതുപോലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇവരൊക്കെയാണ് ഈ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിസിലാണ് നമ്മളിവിടെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് WPIയുടെ അടിസ്ഥാനത്തിൽ. ഇത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. പിന്നെ നമ്മൾ റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നും പറയുന്നു. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന CPI എന്ന് പറയുന്നത് മാക്രോ ഇക്കണോമിക് ഇൻഡിക്കേറ്റർ ഓഫ് ഇൻഫ്ലേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ടൂൾ ഫോർ ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് ഉപയോഗിക്കുന്നു RBI. അതുപോലെ പ്രൈസ് സ്റ്റെബിലിറ്റി മോണിറ്റർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നു. ഇൻഡെക്സേഷൻ ഡിയർനെസ് അലവൻസ് നമുക്കൊക്കെ DA തരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതിനൊക്കെയാണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇൻഫ്ലേഷനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. ജനറൽ പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന പെർസിസ്റ്റന്റ് ഓർ കണ്ടിന്യൂസ് ഇൻക്രീസിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ടെൻഡൻസി ടുവേർഡ്സ് പെർസിസ്റ്റന്റ് റൈസ് ഇൻ ജനറൽ പ്രൈസസ്, ഇതിനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. പല ടൈപ്പ് ഓഫ് ഇൻഫ്ലേഷൻ ഉണ്ട്. മോഡറേറ്റ് ഇൻഫ്ലേഷൻ ഉണ്ട്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 to 6%, അതല്ലെങ്കിൽ നമുക്ക് പറയാം അറൗണ്ട് 4% വരുന്ന ഇൻഫ്ലേഷനെയാണ് മോഡറേറ്റ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലേഷൻ നല്ല ഇൻഫ്ലേഷനാണ്. ഇത് ഇൻഫ്ലേഷൻ ടാർഗറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാം. മോണിറ്ററി പോളിസി കമ്മിറ്റിയൊക്കെ പറയുന്നത് ഈ 4% പെർ ആനം ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് ടോണിക് ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണെന്നാണ് പറയുന്നത്. മോഡറേറ്റ് ഇൻഫ്ലേഷൻ, മോഡറേറ്റ് വേണം ഇൻഫ്ലേഷൻ. പക്ഷെ ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുതിച്ചു ചാടുന്ന ഇൻഫ്ലേഷനാണ്. അതായത് ഡബിൾ ഡിജിറ്റ് വരുന്ന ഇൻഫ്ലേഷനാണ്. 20%, 10 എബവ് വരുന്നത്. ഓക്കെ,
20, 40 അങ്ങനെയൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതാണ് ഗാലപ്പിംഗ് ഇൻഫ്ലേഷൻ. 1970s നമുക്കുണ്ടായിരുന്നു. ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. 1980s ബ്രസീലിൽ ഉണ്ടായിരുന്നു, സിംബാബ്വേയിൽ 2008-9 ഉണ്ടായിരുന്നു, ജർമ്മനിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഇൻഫ്ലേഷനാണ്. 100 അടുപ്പിച്ചൊക്കെ വരുന്ന വാല്യൂസൊക്കെ വരുന്ന 79 അങ്ങനെയൊക്കെ വരുന്ന ഒരു ഇൻഡെക്സാണ്, ഇൻഫ്ലേഷനാണ്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷനും അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ നല്ലൊരു കാര്യമല്ലല്ലോ, അൺഎംപ്ലോയ്മെന്റ് അതിനേക്കാളും നല്ലൊരു കാര്യമല്ല. ഇത് രണ്ടും ഒരുപോലെ വരുന്ന സിറ്റുവേഷൻ, രണ്ടും ഇൻക്രീസ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. അല്ലെ നമുക്ക് അതിന് പറയുന്ന മറ്റൊരു പേര് സ്റ്റാഗ്നേഷൻ പ്ലസ് ഇൻഫ്ലേഷൻ ആണ്. സ്റ്റാഗ്നേഷൻ അൺഎംപ്ലോയ്മെന്റ് വരുമ്പോഴാണല്ലോ സ്റ്റാഗ്നേഷൻ ഉണ്ടാകും. അപ്പൊ സ്റ്റാഗ്നേഷനും ഇൻഫ്ലേഷനും കൂടെ ചേർന്നിട്ടാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇൻഫ്ലേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസിസ്റ്റന്റ് അല്ലെങ്കിൽ എന്താണ് കണ്ടിന്യൂസ് റൈസ് ഇൻ പ്രൈസ് ലെവലാണ്. ഇതുപോലെ പ്രൈസ് ലെവൽ ഫോൾ ചെയ്യും, കൺസിസ്റ്റന്റ് ആയിട്ട് പ്രൈസ് ലെവലിൽ ഡിക്ലൈൻ ഉണ്ടാകുന്നതിനെ നമുക്ക് എന്ത് പറയാം? ഡിഫ്ലേഷൻ എന്ന് പറയാം. കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷന്റെ ദ മെഷർമെന്റ് ഓഫ് ഇൻഫ്ലേഷൻ ആഫ്റ്റർ റിമൂവിംഗ് ദ ട്രാൻസിറ്ററി ഓർ ടെമ്പററി പ്രൈസ് വോളറ്റാലിറ്റി. ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ട്രാൻസിറ്ററി ഉണ്ടാകുന്ന പ്രൈസ് വോളറ്റാലിറ്റിയെ റിമൂവ് ചെയ്തിട്ട് ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുന്നതിനെയാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ മെഷർമെന്റ് ഓഫ് ഇൻഫ്ലേഷൻ ആഫ്റ്റർ റിമൂവിംഗ് ദ ട്രാൻസിറ്ററി ഓർ ടെമ്പററി പ്രൈസ് വോളറ്റാലിറ്റി. ട്രാൻസിറ്ററി അല്ലെങ്കിൽ ടെമ്പററി ഉള്ള പ്രൈസ് വോളറ്റാലിറ്റിയെ റിമൂവ് ചെയ്തിട്ട് ഇൻഫ്ലേഷനെ മെഷർ ചെയ്യുന്നതിനെയാണ് കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്.